ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റിയായ ഒരു ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം. നമ്മുടെ കരിക്ക് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ ഒരു ഐസ്ക്രീമാണ്. അപ്പം നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം മാത്രം നമുക്ക് മേടിക്കണം. ബാക്കി എല്ലാ സാധനവും നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങളാണ്. അപ്പോൾ വളരെ ടേസ്റ്റുമാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ കഴിക്കാൻ ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല ഇപ്പം. ഇതിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഈ റവയ്ക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണേലും ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കോക്കനട്ട് ഐസ്ക്രീം ആണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തേങ്ങാപ്പാലാണ് ഞാൻ ചേർക്കുന്നത്. ഒരു തേങ്ങയുടെ പാലാണ് 1/2 ലിറ്റർ വെള്ളത്തിൽ പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ്. എന്നാലും ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കാം, ചെറിയ ചെറിയ ഇതൊക്കെ തരികളൊക്കെ കാണുമല്ലോ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും റവയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. ഗ്യാസ് ഓണാക്കിയതിന് ശേഷം നല്ലതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട കെട്ടിപ്പോവും. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഐസ്ക്രീം ആയാലും പായസം ആയാലും ഒക്കെ വെക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് ചേർക്കുമല്ലോ, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഉപ്പ്, ശകല ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. കാരണം വിപ്പിംഗ് ക്രീമിന് മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് എടുത്തത്. മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നിങ്ങൾ 1 കപ്പ് പഞ്ചസാര എടുക്കണം. കാരണം ഐസ്ക്രീമിന് നല്ല മധുരം വേണമല്ലോ. അപ്പോൾ ഞാൻ 1/4 കപ്പാണ് പഞ്ചസാര ഇട്ടത്. അപ്പോൾ പഞ്ചസാരയും തേങ്ങാപ്പാൽ റവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ ഇപ്പം തന്നെ തേങ്ങാപ്പാലിൻ്റെ വരുന്നുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കരിക്കാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ബ്രൗൺ കളറെല്ലാം മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. ഇത് നമ്മൾ മിക്സിയിൽ 1 സെക്കൻഡ് ഒന്ന് തിരിച്ചാൽ മാത്രവും മതി, അല്ലാതെ അരഞ്ഞു പോകരുത് കേട്ടോ. ഒന്ന് തിരിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കിതിൻ്റെ ചെറിയ ചെറിയ പീസസ്സായിട്ട് കിട്ടും. നമ്മുടെ ഐസ്ക്രീമിലൊക്കെ കടിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിന്. അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിന് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു ബൗളെടുത്ത് നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ബൗളെടുക്കുമ്പം വെള്ളം നനവും ഉണ്ടാകരുത് കേട്ടോ. നമ്മുടെ ക്രീം നല്ലതുപോലെ ബീറ്റായി കിട്ടത്തില്ല. ഇപ്പം 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുത്ത ക്രീമായിരിക്കണം. ഞാൻ ഫിയോണയുടെ ക്രീമാണ് എടുത്തേക്കുന്നത്. നമ്മൾ കപ്പും അളവിനെടുക്കുന്ന കപ്പും ഒക്കെ നല്ല ഉണങ്ങിയതായിരിക്കണം. അപ്പോൾ ഇനി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ ഇല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൽ നമുക്കിതുപോലെ അടിച്ചെടുക്കാവുന്നതാണ്. 2-3 പ്രാവശ്യം ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ബീറ്റായി കിട്ടും അത്. അപ്പം നമ്മുടെ ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ക്രീം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറുക്കി വെച്ച റവയുണ്ടല്ലോ, തണുത്തതാണ്. നല്ല തണുത്തതിന് ശേഷമേ ഇടാവുള്ളൂ. ഇത് നമുക്കിതിലോട്ട് നല്ല ക്രീം കണക്കിരിക്കുകയാണ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ റവയുടെ മിക്സെല്ലാം നമ്മളെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പൂൺ വെച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്കിത് ബീറ്റർ വെച്ച് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ നല്ലതുപോലൊന്ന് എല്ലാ സൈഡിലിരിക്കുന്ന എല്ലാം നല്ലതുപോലൊന്ന് ബീറ്റായി റവയുടെ മിക്സും വിപ്പിംഗ് ക്രീമും എല്ലാം കൂടെ നല്ലതുപോലെ യോജിച്ചെടുക്കണം. നല്ല ടേസ്റ്റായുള്ള ഐസ്ക്രീമാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഐസ്ക്രീമിന് വാനിലയുടെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വാനില എസൻസ് കൂടെ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ എസൻസ് കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ക്രീമും റവയുടെ മിക്സും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റർ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന കരിക്ക് ക്രഷ് ചെയ്ത് വെച്ചതുണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കരിക്കാണ് ഇത്ര ഐസ്ക്രീമിന് എടുത്തത്. നിങ്ങൾക്ക് ഐസ്ക്രീമിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ 2 കരിക്കൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ അളവും ക്രീമിൻ്റെ അളവായാലും റവയുടെ അളവായാലും പാലിൻ്റെ അളവായാലും, ഇപ്പോൾ തേങ്ങാപ്പാലില്ലെങ്കിൽ സാദാ പാൽ വെച്ചിട്ടായാലും നമുക്ക് ചെയ്യാം. എന്നാലും കൂടുതൽ കോക്കനട്ട് ഐസ്ക്രീമായിട്ട് തേങ്ങാപ്പാൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പൂൺ വെച്ച് തന്നെ ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ആക്കിയാൽ മതി. ഇനി നമുക്കൊരു ബൗളിലോട്ട് ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഐസ്ക്രീമിൻ്റെ കൂട്ട് നമുക്ക് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. ബാക്കിയും കൂടെ സൈഡിൽ പാത്രത്തിൻ്റെ സൈഡിൽ ഇരുന്ന് എല്ലാം കൂടെ ഒക്കെ ഇതാക്കി ഇട്ടിട്ടുണ്ട്. ഇത് ഈ ഒരു പാത്രം ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പം നമുക്ക് നല്ലതുപോലെ ഒന്ന് എയർ ടൈറ്റായിട്ട് അടച്ച് വയ്ക്കണം. പാത്രം എടുക്കുമ്പോൾ എയർ ടൈറ്റായിട്ടുള്ളൊരു പാത്രമായിരിക്കണം എടുക്കേണ്ടുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊരു 3-4 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഒരു 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ള ഐസ്ക്രീമാണ്. നമുക്ക് ഒരു 4 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 4-5 മണിക്കൂറൊക്കെ ഇത് വെച്ചാലും കുഴപ്പമില്ല. രാത്രി ഉണ്ടാക്കി നമുക്ക് വെച്ചിട്ട് രാവിലെ എടുക്കാം. എന്നാലും കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസറിൽ വെക്കണം. ഇപ്പം നമ്മുടെ ഐസ്ക്രീം ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ 2 ചെറി ഇതിലാട്ടമായി എടുത്ത് 2 ചെറിയും കൂടെ വെച്ചൊന്ന് അലങ്കരിക്കാം. അതൊരു ഭംഗിക്ക് വേണ്ടി വെക്കുന്ന ചെറി വെക്കണമെന്നൊന്നുമില്ല. അപ്പോൾ വളരെ ടേസ്റ്റായിട്ടുള്ളൊരു ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഐസ്ക്രീമാണ്. തന്നെയല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റും നമ്മൾ അല്ലാതെയുള്ള കെമിക്കലുകളൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ നമുക്കായാലും കുട്ടികൾക്കായാലും വളരെ നമുക്ക് നല്ലവണ്ണം കഴിക്കാൻ പറ്റുന്നതാണ്. വലിയവർക്കും കഴിക്കാൻ പറ്റും. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.